organza, pure organza മെറ്റീരിയൽ. ബനാറസി വർക്ക് വിത്ത് ഡിജിറ്റൽ സോൺ, ഹെവി ദുപ്പട്ട, ഫുൾ ത്രെഡ് വർക്കില് ഡിജിറ്റൽ പ്രിന്റ് മാഡം. നിങ്ങൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് പോയാൽ നിങ്ങൾക്ക് സേഫ് ആയി ഇവിടെ. ജിമ്മിച്ചു ഫാബ്രിക്, ജിമ്മിച്ചു നോക്കിയാൽ മനസ്സിലാവും. 5000 മുകളിലൊക്കെ നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ട്. ഷിമ്മറി മെറ്റീരിയലില് ഫെസ്റ്റിവൽ കളക്ഷൻസ്, മോഡൽ സിൽക്ക്, ഇതില് പേച്ച് വർക്ക് എക്സ്ട്രാ വരും. പ്യുർ കോട്ടണില്, അതും ഫുൾ പ്രിന്റോട് കൂടിയിട്ട്. എല്ലാവർക്കും സ്വാഗതം. ഹലോ എന്തത് ഞാനല്ലേ പറയണ്ട ഈ ഡയലോഗ്? നിങ്ങൾ പറഞ്ഞല്ലോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സൂറത്തില്, പക്ഷെ മലയാളിയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്നത്തെ വെറൈറ്റീസ് നമുക്ക് കാണിക്കണേ? ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അൺസ്റ്റിച്ച് ചുടിദാർ മെറ്റീരിയൽ. അൺസ്റ്റിച്ച്, അപ്പൊ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട്. യെസ്, അതുപോലെ കുറെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അധികം വാചകം അടിക്കുന്നില്ല, കാരണം ഫെസ്റ്റിവൽ സീസൺ ഈസ് ഓൺ ആണ്. അപ്പൊ നമുക്ക് വെറൈറ്റീസ് വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ഇഷ്ടപ്പെട്ടത് എടുത്തോട്ടെ. എല്ലാതും കാണിക്കാനുള്ളതാണ്. പക്ഷെ ഒരു മഞ്ഞക്കിളിക്ക് നല്ലൊരു അടിപൊളി ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പ്യുവർ ആണ്, അതുപോലെ ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. തയ്ച്ചു വരുമ്പോ നല്ല സൂപ്പർ ലുക്ക് ആയിരിക്കും അല്ലെ? അടിപൊളി ലുക്ക് ആയിരിക്കും. പിന്നെ ഇതിന്റെ ദുപ്പട്ട ഒന്ന് തുറന്ന് കാണിച്ചേ. ദുപ്പട്ട വരുമ്പോ നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ, അതും പ്യുവർ ആയിട്ടുള്ളതാണ്. അതില് നമുക്ക് അതെ കണ്ടോ, അതുപോലെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പല വെറൈറ്റി കളേഴ്സിലൊക്കെ കളർ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ്. ഇനി ഡിസ്ക്രിപ്ഷൻ എവിടെ നിന്ന് എടുക്കാന്ന് ചോദിച്ചാൽ അതിനും കൺഫ്യൂഷൻ വേണ്ട, സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് നോക്കിയാലോ? അടുത്തൊരു ഷൈനിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഫെസ്റ്റിവലിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഷിമ്മറി ക്ലോത്ത് ആണ് കേട്ടോ, ഷിമ്മറി മെറ്റീരിയലില് ഫെസ്റ്റിവൽ കളക്ഷൻസിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ്. ഇതിലും കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒക്കെ ഡാർക്ക് കളർ ചാട്ടായിരിക്കും. അപ്പൊ എത്ര പീസ് എടുക്കണം? ഇതില് എത്ര വേണമെങ്കിലും എടുക്കാം മാഡം. പക്ഷെ എല്ലാം സെറ്റ് ടു സെറ്റ്, സിംഗിൾ പീസ് 2 പീസ് 3 പീസ് അങ്ങനെ കിട്ടത്തില്ല. എന്ത് മേടിച്ചാലും സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ബോട്ടിൽ ഗ്രീൻ ആണെങ്കിൽ ഇതിൽ തന്നെ ഒരു 4-5 ഷെയ്ഡ്സ് വേറെ ഉണ്ടാവും, അത് ഫുള്ള് എടുക്കേണ്ടി വരും. അപ്പോൾ ചിലതിൽ 4 പീസിന്റെ ഒരു സെറ്റ് ആവും, ചിലതിൽ 5 പീസ് ഇല്ല 6 പീസ് 12 പീസ് 8 പീസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കളക്ഷൻസ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട നമ്മൾ കണ്ടില്ലല്ലോ, ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. സൈഡിലിങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട. അപ്പൊ ഇത് നമുക്കൊരു ഷൈനിങ് മെറ്റീരിയൽ. ഇനി കുറച്ച് നമുക്ക് പ്രിന്റ് ആയിട്ടുള്ളത് നോക്കിയാൽ ഓർഗൻസയിൽ നോക്കിയാലോ? ഇത് ഓർഗൻസില്, ഇതും നല്ല സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഒഴുകി സേഫ്റ്റി പിൻ കുറെ വെക്കേണ്ടി വരും. വേണ്ടി വരും, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത്. നല്ല അടിപൊളി ഒരു ഫുൾ ഡിജിറ്റൽ പ്രിന്റ്. അതുപോലെ ഇതിന്റെ അടിയിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു അടി പോർഷനിൽ. അതുപോലെ തന്നെ നമുക്ക് ദുപ്പട്ടയിൽ കട്ട് വർക്കും കൂടി ഉണ്ട്. ഫുൾ പ്രിന്റ് ആണ്, ഓർഗൻസ, പ്യുർ ഓർഗൻസ മെറ്റീരിയൽ. ഇതിലും ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ കാണിക്കുന്നത് മൊത്തം സാമ്പിൾസ് ആണ്. നമുക്ക് ഗോഡൌൺ എവിടെയായിരിക്കുന്നത്? ഗോഡൌണിൽ വെച്ചാൽ നിറയെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഫുൾ ഫ്രഷ്. ഇഷ്ടപ്പെട്ടത് അപ്പൊ തന്നെ നമുക്ക് ഇതാ തരാം, അല്ലെങ്കിൽ ഫ്രഷ് പീസ് എടുത്തിട്ടാവും തരാം. എങ്ങനെ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇതാണോ ഞങ്ങൾക്ക് തരാം? ഇതെല്ലാം ഡെമോ പീസാണ്. നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ ചെയ്ത ഫ്രഷ് പീസ് ഒക്കെ ഗോഡൌണിൽ ഇരുന്ന് ചെക്കായി പാക്കായി അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ എവിടേക്ക് വരണം? സൂറത്തില്. പിന്നെ സൂറത്തിൽ വരുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ വാ ഇങ്ങോട്ട് വാ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതാ മെയിൻ ഞാൻ പറയുന്നത്. നമ്മുടെ ഒത്തിരി കസ്റ്റമർ ഉണ്ട്, അവന്മാർ ഇവിടെ വന്ന് ഇങ്ങനെ ഫ്രോഡ് ആക്കി വിടുന്ന ഇവിടുത്തെ ഏജന്റുമാർ. ഇവിടെ നമ്മൾ സൂറത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഇപ്പം നമ്മുടെ കസ്റ്റമർ നമ്പർ നോക്കി ഫോൺ ചെയ്തിട്ട് ഇവിടെ വരയ്ക്ക് വരുന്നത്. അപ്പം ഇവിടെ വരപ്പ് ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമ്മൾ ഹോട്ടൽ ചെയ്ത ഹോട്ടലിൻ്റെ വെളിയിലൊക്കെ എല്ലാവരും ഓട്ടോ ഡ്രൈവർ റിക്ഷ ഡ്രൈവർ എല്ലാവരും ഏജന്റുമാരാണ് സാർ. അതുകൊണ്ട് നമ്മൾ എന്താ അവന്മാർക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്തിൽ തന്നെ കൊണ്ടുപോയി അവന്മാരുടെ കമ്മീഷൻ എടുത്ത് അവന്മാർക്ക് പോകും. പിന്നെ അവിടെ എവിടെ മേടിക്കുന്ന അവളെ കാണിക്കുന്നത് വേറെ സാധനം, പാർസലിനകത്ത് ഇട്ട് തരുന്നത് വേറെ സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമറിൻ്റെ സേഫ്റ്റിന് വേണ്ടി നമ്മൾ ഇവിടെ പേഴ്സണൽ ഡ്രൈവർ വെച്ചിട്ടുണ്ട്. കസ്റ്റമറെ സേഫായി പിക്കപ്പ് ചെയ്ത് സേഫായി ഡ്രോപ്പ് ചെയ്യും. പിന്നെ കസ്റ്റമർ പറയുന്ന റേറ്റിൽ ഹോട്ടലിലേക്ക് നമ്മുടെ ഡ്രൈവർ കാണിച്ച് ബുക്കാക്കി തരും.
അതൊരു ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. പക്ഷെ നമുക്ക് എന്തൊക്കെ ഹോട്ടൽ എന്താണ് അറിയില്ല എന്ന് വെച്ചാൽ അവിടെ എല്ലാം നമ്മുടെ ഡ്രൈവർ കാണിച്ചു തരും. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര പ്രാവശ്യം ആയാലും നമ്മൾ ഫ്രീ സർവീസ് ആണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഫ്രീ ആണ്, ₹1 പോലും കൊടുക്കണം. പക്ഷെ നമ്മൾ അഥവാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടേക്ക് എത്തണമെങ്കിൽ ഒരു ₹80 അല്ലെങ്കിൽ ₹100 ആണ്. പക്ഷെ അവർ പറയുമ്പോൾ ചിലപ്പോൾ 200, 300 ആ റേഞ്ചൊക്കെ പറയും. അപ്പൊ ഈ പൈസ ഒന്നും ആർക്കും കൊടുക്കണ്ട, ഒക്കെ അതാ ഇവരുടെ വണ്ടിയിൽ അങ്ങോട്ട് കയറി പോകും. അത് ഫ്രീ സർവീസ് ആണ്. നിങ്ങൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് പോയാൽ നിങ്ങൾക്ക് സേഫ് ആയി ഇവിടെ. സേഫ് ആണ്, ഏജന്റ്മാരിൽ നിന്നും രക്ഷപ്പെടാം. ആ ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഒരു സേഫ് ആയിട്ട് രക്ഷപ്പെടണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ജോർജറ്റിലെ ചിക്കൻ കറി വർക്ക് മൊത്തം ഇതാ ജോർജറ്റില് ഫുൾ വർക്കോട് കൂടിയിട്ട്, അതും ഫ്രഷ് പീസാണ് നിങ്ങൾക്ക് കാണിക്കാം. പക്ഷെ ഇതൊരു സാമ്പിൾ പീസാണ്. ഇതിന്റെ തന്നെ ഫ്രഷ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഗോഡൌണിൽ നിന്ന് എടുത്ത് തരും ഇഷ്ടപ്പെടാണെങ്കിൽ. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി. അതുപോലെ ഇതിന്റെ ദുപ്പട്ട ഫുൾ വർക്കാണ്, വർക്കോട് കൂടിയിട്ടാണ്, ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. കളേഴ്സും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, പല പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണല്ലോ അല്ലേ. അതില് മൾട്ടി കളർ ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത്. റെയിൻബോ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഫുൾ വന്നിരിക്കുന്നത്. റെയിൻബോ ഷെയ്ഡിൽ ഫുൾ മൾട്ടി കളർ പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അതേ ഒരു നല്ല അടിപൊളി ഷെയ്ഡിൽ എല്ലാ തരം കളേഴ്സും മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഏത് ഷെയ്ഡാന്ന് അല്ലേ, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെ, അത് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. ഇതും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഈ ഡെമോ എന്നാ പറയുന്നത്, ഡെമിയില് ഇതും അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇപ്പോഴത്തെ ഇരിക്കുന്നതും നല്ല അടിപൊളി സെറ്റാണ്. വിത്ത് ദുപ്പട്ട എടുക്കാം. ഫുൾ വർക്കാണല്ലോ അല്ലേ, ഇഷ്ടം പോലെ വർക്കോട് കൂടിയുണ്ട്, വർക്ക് ഇല്ലാത്തതുണ്ട്, നോർമലായിട്ട് വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇതൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ മോഡൽ സിൽക്ക് ഐറ്റം. ഇതും ഫുൾ ത്രെഡ് വർക്ക്, ടോൺ ടു ടോൺ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്ന ബോർഡർ വർക്കില്. ഇനിയിപ്പോ നമ്മള് സൂറത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മലയാള സ്റ്റാഫ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ അനൂപ് നായർ കാത്തിരിക്കാന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ആരാ കാത്തിരിക്കുന്നത്? അനൂപ് നായർ. യെസ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാവില്ല, ഞാൻ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ അനൂപ് ഭായ് എന്തായാലും ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. രാവിലെ 9 മണി തൊട്ട് രാത്രി 8, 9 മണി. കസ്റ്റമർ ഉണ്ടെങ്കിൽ 12 മണി ആയാലും നോ പ്രോബ്ലം. സപ്പോർട്ട് യു. അതെ, പിന്നെ സൺഡേ സീസൺ ആയാലും നമുക്ക് ഓൺ ആണ് അല്ലേ. ഉച്ചവരയ്ക്ക് എത്ര മണി? ഉച്ചവരയ്ക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ നോ ക്ലോസിംഗ് ടൈം. ഓക്കെ. പ്യൂർ കോട്ടൺ. പ്യുവർ കോട്ടണില്, അതും ഫുൾ പ്രിന്റോട് കൂടിയിട്ട്. അതുപോലെ തന്നെ യോക്കിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതാണ് കേട്ടോ, ഈ കാണുന്ന അടിയിലത്തെ വർക്ക് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ഒരു ഇത് നന്നായിട്ടുണ്ടല്ലേ, ഈ സൈഡിലത്തെ വർക്ക്. ലെങ്ത് അടിപൊളി. പിന്നെ അത് ദുപ്പട്ടയുടെ സൈഡ് പോർഷൻ ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയണത് ഈ ഒരു ഏരിയ. നല്ല വർക്കുണ്ട് ആ അടിയിലത്തെ പോർഷൻ. അപ്പോൾ ഇതൊരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ്. ഗ്രീനിൽ തന്നെ എന്തോരം പല ഗ്രീൻസ് ഉണ്ടല്ലോ. ഇത് വരുമ്പോൾ നമുക്ക് ജിമ്മിച്ചു ഫാബ്രിക്, ജിമ്മിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. അത് ആർക്കും കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഫുൾ മൾട്ടി കളറിന്റെ വർക്കാണ്, ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്, സീക്വൻസ് വർക്ക് ഉണ്ട്, എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ദുപ്പട്ടയിലും കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. അതും മൊത്തം. അതെ, സൈഡിൽ ഫുൾ. ആ സൈഡിലുണ്ട് ചെറിയ ബൂട്ട വർക്ക്. നമ്മുടെ അടുത്ത് ലൈറ്റ് കളർ മേടിച്ചാൽ അതിന്റെ ബാക്കി കളറും ലൈറ്റ് തന്നെ ഉണ്ടാവും. ഡാർക്ക് മേടിച്ചാൽ ഡാർക്ക് ഉണ്ടാവും. തരാൻ പറ്റുമോ? കെട്ട് നമ്മൾ ഇതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കട്ടെ. ഈ കളർ ഷെയ്ഡ് ഡാർക്കില് ലൈറ്റ് മിക്സ് ആവത്തില്ല, ലൈറ്റില് ഡാർക്ക് മിക്സ് ആവത്തില്ല. ഓക്കെ, അപ്പൊ ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ചാർട്ടിലത്തെ കളക്ഷൻസ് തന്നെയാണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഡാർക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡാർക്ക് സെയിം പാറ്റേൺ. ഇതിപ്പോ ഓർഗൻസിലാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. ഇത് ഡാർക്ക് ആണെങ്കിൽ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്. അപ്പൊ അതിന് ഫുൾ ഡാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് കെട്ടായിട്ട് തന്നെ എടുക്കണം നിർബന്ധമല്ല, സെറ്റ് ടു സെറ്റ് എടുക്കണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇത് കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ. കടക്കാർക്ക് ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തോളാം. ഇത് അപ്പുറത്തേക്ക് തന്നെ വെച്ചോ. ഇതാ അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു മറൂൺ ഷെയ്ഡില്, മറൂൺ റയോണിന്റെ മെറ്റീരിയലാണ് കേട്ടോ. റയോണിന്റെ മെറ്റീരിയൽ ഇതാ. ഇത് ഫുൾ ഓവറോൾ വർക്ക്, യോക്കിലും വർക്ക്, ദുപ്പട്ട ഓവറോൾ വർക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഫുൾ പ്രിന്റ് ആണ്. അതുപോലെ തന്നെ യോക്കില് അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയിലും സീക്വൻസ് വർക്ക്. മറൂൺ നല്ല അടിപൊളി അടിപൊളി നല്ല വെറൈറ്റി ഒരു കളറാണ് വരുന്നത്. വിത്ത് പാൻറ് അടക്കമാണ് കേട്ടോ. ചിലതിൽ ലൈനിങ് ഉണ്ടാവും, ചിലതിന് ലൈനിങ് ഉണ്ടാവില്ല. അത്
മൽക്കോട്ടൻ. മൽക്കോട്ടൻ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അറിയാട്ടോ നമ്മുടെ അന്നുബായിക്ക്. അന്നുബായിന്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 12 വർഷമായി ഈ ലൈനില്, അറിയാതെ എങ്ങനെയായിരിക്കും? അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കില്ലേ? വീഡിയോ കോളിൽ എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു തരും. റേറ്റ്, കാര്യം, ക്വാളിറ്റി എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ കസ്റ്റമറിന്റെ ബില്ല് ഉണ്ടാക്കി ഞാൻ കാണിക്കുന്നത്. എല്ലാതും ബില്ലുണ്ടാക്കി അത് വീഡിയോ കോൾ ചെയ്തിട്ട് അതും വരെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ടായിരിക്കും ഡിസ്പാച്ച് പോകുന്നത്. ഇതൊരു നല്ല മൽക്കോട്ടനിൽ തന്നെ വരുന്നതാണ്. ജോർജറ്റിന്റെ ദുപ്പട്ട, ഫുൾ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ടുള്ള വരുന്ന കളക്ഷൻസ്. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ജോർജറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡ്, ചന്ദന കളർ എന്നൊക്കെ പറയില്ലേ, ലൈറ്റ് ചന്ദന കളറിൽ ഇതേപോലെ ഫുൾ നമുക്ക് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട നോക്കിയേ, ഓ സൂപ്പർ, അമേരിക്കൻ ഡയമണ്ട്സ് ഫുൾ അല്ലേ. പിന്നെ ഈ ഡയമണ്ട്സ് ഒക്കെ കറക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്ര വാഷ് ചെയ്താലും ആ ഒരു തിളക്കം എപ്പോഴും ഉണ്ടാവും. അതിന്റെ ഗ്യാരണ്ടഡ്. നമ്മുടെ റേറ്റ്, ക്വാളിറ്റി ഓൾവേസ് രണ്ടും ഗ്യാരണ്ടഡ് ആയിരിക്കും. അതെ, അതിന് അനൂപ് നായർ ഗ്യാരണ്ടി. ഈ മസിലൊക്കെ കാണിക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ. ആള് പച്ച പാവാ, ഭയങ്കര പാവാ. ഞാൻ വെറുതെ ഇങ്ങനെ ഇത് പറയണമെന്നൊക്കെ മസിലൊക്കെ പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പാവത്തിന് കുറെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയില്ല? ഗുണ്ട പക്ഷെ ഗുണ്ടൊന്നുമില്ല, ഭയങ്കര പച്ച പാവാട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സെറി വർക്കിൽ വരുന്ന മോഡൽ സിൽക്ക്. ഇതില് പേച്ച് വർക്ക് എക്സ്ട്രാ വരും. പേച്ച് വർക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഒന്നില്ലെങ്കിൽ സ്ലീവില് വെക്കേ, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ബോർഡറിൽ വെക്കേ. അങ്ങനെ ദാമന്റെ പോർഷനിൽ നമുക്ക് ഇതുപോലെ വെക്കണമെങ്കിൽ വെക്കാം. അതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാന്റിന്റെ അടിയിൽ നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു മാത്രമല്ല. ഇനി ഇതിന്റെ ദുപ്പട്ട, ഹെവി ദുപ്പട്ട, ഫുൾ ത്രെഡ് വർക്കില് ഡിജിറ്റൽ പ്രിന്റ് മാഡം. ഈ ദുപ്പട്ട മാത്രം നിങ്ങൾ മേടിക്കാൻ പോയാൽ 600, 700, 800 ഈ ദുപ്പട്ട മാത്രമേ റീറ്റെയിലിൽ നിങ്ങൾ മേടിക്കാൻ പോയാൽ. പക്ഷെ ഇവിടെ അത്ര റേറ്റ് ഇല്ല. ഇത് ഇതിന്റെ കൂടെ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് റേറ്റ് കുറവായിരിക്കും. പിന്നെ അതും തന്നെയല്ല, ഇപ്പൊ ദുപ്പട്ട മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. യെസ്, അവൈലബിൾ. ദുപ്പട്ട, ലെഗിൻസ്, ജെഗിൻസ്, പ്ലാസോ എല്ലാം അവൈലബിൾ. അതുകൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്, നൈറ്റീസ് ഉണ്ട്, അണ്ടർ സ്കേർട്ട് ഉണ്ട്, ഗൗൺസ് ഉണ്ട്, ലെഹങ്കാസ് ഉണ്ട്, സാരീസ് ഉണ്ട്, നൈറ്റ് വെയർസ് ഉണ്ട്. എന്തൊക്കെയാ ലേഡീസിന് ആവശ്യമുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു കളക്ഷൻ ആയില്ലേ. ഇനി അടുത്ത നോക്കാം, ബ്ലാക്കില് നമുക്ക് ഫുൾ ജെറിയുടെ വർക്ക് വരുന്ന ഒരു കളക്ഷൻ ഉണ്ടോ. ഇതാ ദുപ്പട്ട അടിപൊളിയാണ്. ഇത് ബനാറസി വർക്ക് വിത്ത് ഡിജിറ്റൽ സോൾ. ദുപ്പട്ട അടിപൊളിയാണ്. ഷിഫോൺ സോൾ. അതില് ഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു കട്ട് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, സൈഡിൽ കൂടെ മൊത്തം. പക്ഷെ നല്ല മാച്ചിങ് ആയിട്ടുണ്ട് അല്ലേ, നല്ലൊരു കോൺട്രാസ്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷിത ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 20 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതൊന്നും ഒരു വിഷയമല്ല. വണ്ടി അയച്ചോളൂട്ടോ. എപ്പോ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. നമ്മുടെ കസ്റ്റമർ പാതി രാത്രിയിൽ വന്ന് ഇറങ്ങിയാലും നമ്മള് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട്. അതിപ്പോൾ രാത്രി 12 മണിക്കായാലും 3 മണിക്കായാലും അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പം അതും അവൈലബിൾ ആണ്. ഇപ്പം ട്രെയിൻ ഇറങ്ങി നമ്മൾ സാധാരണ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ 12, 1 മണി, 3 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങിയാലും നമുക്ക് ഓട്ടോയുടെ ശല്യം അപ്പോഴും ഉണ്ട്. അപ്പം അതൊരു കാര്യം പേടിക്കേ വേണ്ട. അലുനായരുണ്ട്, നമ്മുടെ വണ്ടി കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ റിലേറ്റീവ്സ് പോലെ നമുക്ക് ഇതുവരെ കാത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ കസ്റ്റമറിന്റെ പോലെ അല്ല, റിലേറ്റീവ്സിനെ പോലെ നമ്മൾ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ റിലേറ്റീവ്സ് പോലും നമുക്ക് ഇതുപോലെ സ്റ്റേഷനിൽ കാത്തു നിൽക്കാൻ. അല്ല, സത്യമല്ലേ? പക്ഷെ നിങ്ങൾ കാത്തിരിക്കും. ആര്? അനൂപ് നായർ. യെസ്. പിന്നെ വരുന്ന കോട്ടണിലാണ് കേട്ടോ. അത് പുതിയ സ്റ്റോക്ക് അല്ല, പിന്നെ എടുത്തില്ല. അതാ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാ ഇതില് ഫുൾ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് പാന്റിന്റെ തുണി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ദുപ്പട്ടയിലും ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ്. ടോൺ ടു ടോൺ ആണ് ഇതിന്റെ കളർ വരുന്നത്. അപ്പൊ ഈ ഒരു ബണ്ടലിലാണെങ്കിൽ സെയിം ടോൺ ടു ടോണിലായിരിക്കും, പക്ഷെ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നല്ല പക്ക നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന ടൈപ്പ്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലത്തെ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് നോക്കുകയാണെങ്കിൽ ഇതാ ഇത് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡില് മൾട്ടി ഷെയ്ഡിൽ അല്ലേ. ഇതിന്റെ ദുപ്പട്ട ഇതൊന്ന് നിവർത്തി കാണിച്ചു. പ്യൂർ കോട്ടണില് അതും സെയിം ടോൺ ടു ടോണിലാണ് വരുന്നത്. ഡമ്മിനെ വീഴ്ത്തണ്ട, എന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഡമ്മി പിടിച്ചോണ്ടിരിക്കാന്ന്. ഇതാണ് പിടിക്കട്ടെ. അതെ, ഡമ്മിയെങ്കിലും പിടിക്കട്ടെ. ആരും ഇല്ലാതെ പേടിക്കാനിട്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ലേ? കല്യാണം കഴിഞ്ഞോ? ഫ്രണ്ടാണ്. ഓ അങ്ങനെ
ഫ്രണ്ടാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അപ്പോൾ ഇടയ്ക്ക് പിടിച്ചോണ്ട് കുഴപ്പമില്ല. ഇതാ ഇത് ടോൺ ടു ടോണിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ. അപ്പോൾ ഇതുപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടിയും ജോർജറ്റിൽ ഞാൻ കാണിക്കാം. ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണിക്കാനായിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ എന്തോരം ക്യാമറ അടിച്ച് നോക്കിയാൽ ഇതാ അങ്ങോട്ട് ഒന്ന് എത്തിച്ചു നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ട്. കളക്ഷൻ ഇത് മൊത്തം നമുക്ക് സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. ഇവിടെ സാമ്പിൾസ് ആണ്, മോളിലാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ ഗോഡൌണിൽ പോയിട്ട് ഫ്രഷ് പീസ് കൈയോടെ എടുത്തിട്ട് എല്ലാ ഗോഡൌണിലിരുന്ന് റെഡിയായി ഇവിടെ തന്നെ ഇനി കൈയോടെ വേണമെങ്കിൽ കൈയോടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ത്രൂ ആയാലും നിങ്ങളുടെ അടുത്തേക്ക് നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുമല്ലേ? യെസ് മാഡം. ഇതിന്റെ മാച്ചിങ് കണ്ടോ? സൂപ്പർ അല്ലേ? ഫ്ലവർ മാച്ചിങ് ഒക്കെ മാച്ചിങ് സൈസ് ഫുൾ സൈസസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ നമ്മൾ ഗോഡൌണിൽ നിന്ന് ഡയറക്റ്റ് വരാണെങ്കിൽ നമുക്ക് കൈയോടെ പർച്ചേസ് ചെയ്തിട്ട് കൈയോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ത്രൂ ആയാലും നമുക്ക് കസ്റ്റമറിന്റെ ഇഷ്ടം. കസ്റ്റമറിന് ബൈ ഹാൻഡ് വേണമെങ്കിൽ ബൈ ഹാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന അഡ്രസ്സിലേക്ക് ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് പാർസൽ അയച്ചു തരും. വിത്തിൻ 5 days 6 days നിങ്ങൾക്ക് അവിടെ ഡെലിവറി കിട്ടും. ഓക്കെ. ഇനിയിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മലയാളത്തിൽ ഇപ്പോൾ ആൾക്കാരെല്ലാം എടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഹലോ മലയാളം, അനൂപ് നായർ സ്പീക്കിംഗ്. മലയാളി സ്റ്റാഫ് പറഞ്ഞാൽ എന്റെ അടുത്ത് ഫോൺ വരും, അനൂപ് നായർ പറഞ്ഞാൽ എന്റെ അടുത്ത് ഫോൺ വരും. അപ്പൊ മലയാളം എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് ഇവിടേക്ക് തന്നെയാണ് കോൾ വരിക. അപ്പൊ പേര് ഓർത്തിരിക്കണം എന്നില്ല, മലയാളം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾക്ക് ഇവിടെ കളക്ഷൻസ് കാണിക്കാനായിട്ട് റെഡിയാണ്. അപ്പൊ ഫെസ്റ്റിവൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം, നല്ല നല്ല കളക്ഷൻസ് സെയിൽ ചെയ്യാം. ബഡ്ജറ്റ് ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ബഡ്ജറ്റ് കൂട്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റ് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നല്ലേ? അതെ, പ്രോഫിറ്റ് നമ്മുടെ കയ്യിലെടുത്തേക്കുക. നല്ലതാകുന്ന ആൾക്കാർക്ക് അത്ര വലിയ കത്തി ഇല്ലാണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കളക്ഷൻസ് അതും നിങ്ങളുടെ കടയിലേക്ക് വെക്കുക. അപ്പൊ എന്റെ വക ഒരു ഹാപ്പി ഷോപ്പിംഗ്. നല്ല നല്ല കളക്ഷൻസ് കാണിച്ചതിന് അനൂപ് നായർക്ക് ഒരു താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു, നിങ്ങൾക്ക് താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.